അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അൻ അബീ ത്വൽഹത റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഖാൽ അവിടുന്ന് പറയുന്നു, ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി ഖൽബും വലാ തസ്വാവീറു. മലക്കുകൾ പ്രവേശിക്കുകയില്ല ചില വീടുകളിൽ. ആ വീടുകളിൽ നായയുണ്ട്. നായയുള്ള വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. മലക്കുകളുടെ സാന്നിധ്യം വീടിന് ഐശ്വര്യമാണ്, ബറക്കത്താണ്. മലക്കുകൾ വീടുകളിലുണ്ടെങ്കിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അവർ ആമീൻ പറഞ്ഞാൽ അത് മുഖേന അള്ളാഹുവിൻ്റെ അടുക്കൽ ആ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യതയുണ്ട്. എന്നാൽ മലക്കുകൾ നായയുള്ള വീട്ടിൽ കയറുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തസ്വാവീറു, ജീവികളുടെ രൂപങ്ങളുള്ള വീടുകളിലും മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വയ്ക്കുക, മക്കളുടെ അല്ലെങ്കിൽ മറ്റ് കല്യാണവുമായി ബന്ധപ്പെട്ട ഫോട്ടോസുകളൊക്കെ ഫ്രെയിം ചെയ്ത് വീട്ടിലിങ്ങനെ മുൻപിൽ തൂക്കിയിടുക, ഹാളിൽ തൂക്കിയിടുക, അതെല്ലാം ബറക്കത്ത് കെട്ട കാര്യമാണ്. മലക്കുകൾ കയറി വരികയില്ല, ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകുകയില്ല എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ധാരാളമായി കാണാം. ഫോട്ടോസുകൾ വയ്ക്കൽ ഇന്നൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. മക്കളുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസുകൾ, മക്കളുടെ തന്നെ വിവാഹ ഫോട്ടോകൾ എല്ലാം ഫ്രെയിം ചെയ്ത് അലമാരകളിൽ ഗ്ലാസ് ഇട്ട് വയ്ക്കുക. അതെല്ലാം മലക്കുകൾ വരാതിരിക്കാൻ കാരണമാകുമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രവാചക പ്രഭുവിൻ്റെ വാക്കുകളാണല്ലോ ഏറ്റവും വലുത്. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ആരെങ്കിലും ഇതുപോലെ നായയെ വളർത്തുന്ന ശൈലിയുണ്ടെങ്കിൽ, പ്രകൃതിയുണ്ടെങ്കിൽ, ഫോട്ടോസുകൾ എടുത്ത് അലമാരകളിൽ വെക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ വേണം. അള്ളാഹുവിനെ ഭയക്കണം. ഹബീബായ തങ്ങൾ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. യഥാർത്ഥ വിശ്വാസിയാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന വസിയ്യത്തോടെ വിനീതൻ ഷിഹാബുദ്ദീൻ സക്കാഫി തേങ്കോട്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.